മധുരദോശയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. മധുരദോശ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടിയും തേങ്ങയും ശർക്കരയും ലേശം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൂട്ടിക്കുഴച്ചിട്ട് അട ഉണ്ടാക്കണത്. ഇത് ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് വേറെ ഏത് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ റാഗിയുടെ പകുതി റാഗിപ്പൊടിയും പകുതി ഗോതമ്പ് പൊടി എടുക്കണമെങ്കിൽ അങ്ങനെ ആവാം. ഇതിപ്പോൾ എന്തായാലും 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണുള്ളത്. അതിന് 1/2 മുതൽ 3/4 കപ്പ് വരെ ചിരണ്ടിയ തേങ്ങ ചേർക്കാം. ശർക്കരയും ഇതുപോലെ 1/2 കപ്പ് തൊട്ട് ഓരോരുത്തരുടെ മധുരനുസരിച്ച് ചേർക്കാം. ലേശം ഏലക്കാപ്പൊടി. ഇതിപ്പോൾ ഗോതമ്പ് പൊടിയിൽ ഉപ്പ് ചേർത്ത് ഇളക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ബാക്കിയെല്ലാം കൂടെ ചേർത്ത് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. മധുരദോശയുടെ മാവ് നമ്മൾ നന്നായിട്ട് കലക്കിയെടുത്തു. ഇനി ഇത് ഒരു ദോശച്ചട്ടിയിൽ ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം. ദോശച്ചട്ടി വെച്ചു, ചൂടായി, എണ്ണ തേച്ചു. ഇനി നമ്മുടെ മാവ് കോരി ഒഴിക്കാം. ഒന്ന് പതുക്കെ ഇറക്കി കൊടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞു. അപ്പം നമുക്കൊന്ന് മറിച്ചിടാം. അടുത്ത സൈഡും കൂടെ വേവട്ടെ. നമ്മുടെ മധുരദോശ റെഡി. അപ്പം നമ്മുടെ മധുരദോശ റെഡി ആയിട്ടുണ്ട്. വെറുതെ കഴിക്കാം. കാരണം തേങ്ങയുണ്ട്, ശർക്കരയുണ്ട്, നല്ല മധുരമാണ്, നല്ല രുചിയാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇതാ തേൻ വെച്ച് റോൾ ചെയ്ത് വേണമെങ്കിൽ കഴിക്കാം. അതല്ല ജാം തേച്ച് റോൾ ചെയ്ത് കഴിക്കാം. നല്ല രുചിയാണ് മധുരമുള്ള മധുരദോശ.